വർഗീയമായി ചിത്രീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം മുട്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. റിപ്പോർട്ടർ ടിവിയുടെ മൈക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. റിപ്പോർട്ടറുടെ കൈ തട്ടിമാറ്റി. ശിവഗിരി തീർത്ഥാടന സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രകോപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ 3ാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് മുഷ്ടി ചുരുട്ടി പറഞ്ഞാണ് തുടക്കം. ഇനിയും നയിക്കട്ടെ, 3ാമതും നയിക്കട്ടെ, അതിന് എന്താ കുഴപ്പം? പിന്നെ മാധ്യമപ്രവർത്തകരെ മര്യാദ പഠിപ്പിക്കലായി. ഈ പിന്നോക്കാരനായി ഞാൻ ആ വണ്ടിയിൽ ഒന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണ്. അതും കഴിഞ്ഞപ്പോഴാണ് ഉത്തരം മുട്ടിയപ്പോഴുള്ള കൊഞ്ഞനം കുത്തലും കയ്യേറ്റവും. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ 9 വർഷത്തിനിടെ നോക്കിയില്ലേ? റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. റഹീസ് റഷീദ് തന്നെ ചേരുകയാണ്. റഹീസ്, എന്താണ് വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, മലപ്പുറം പരാമർശത്തിന് പിന്നാലെ അദ്ദേഹത്തോട് ചോദിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ പ്രകോപനമാണ് അല്ലേ? വിനിത, പ്രകോപനത്തിന് ഒരു കാരണമേ ഉള്ളൂ. അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനത്തിന് എന്തുകൊണ്ട് താങ്കൾ മലപ്പുറത്തെ വിമർശിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്നാണ് അദ്ദേഹം നമ്മൾ നാട്ടിൻപുറത്ത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്ന ഒരു രീതി തന്നെയായിരുന്നു അദ്ദേഹം എടുത്തത്. കാരണം അദ്ദേഹം കുറേ കാലമായി മലപ്പുറം വിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കൃത്യമായി പറയുന്നുമില്ല. ഇന്ന് അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന ചോദ്യത്തിലാണ് സ്ഥലമൊക്കെ മലപ്പുറത്ത് കിട്ടും, പക്ഷേ അനുമതി കിട്ടുന്നില്ല. അനുമതി കഴിഞ്ഞ 9 വർഷമായി തരേണ്ടത് പിണറായി വിജയനുമായി നല്ല സൗഹൃദമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. മുഖ്യമന്ത്രി അല്ലേ, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അല്ലേ എന്ന ചോദ്യത്തിനാണ് നമ്മുടെ സ്ഥാപനത്തിന് നേരെ നമ്മുടെ മൈക്ക് ഒരു 2-3 വട്ടം തട്ടിത്തെറിപ്പിക്കുന്നു. നമ്മൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് അവിടുന്ന് വലിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പിന്നീട് SNDPയുടെ കുറച്ച് പ്രവർത്തകർ അവിടെ വന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അദ്ദേഹത്തിൻ്റെ മലപ്പുറം വിമർശനം ത്തിൽ ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഒരു കഴമ്പ് എന്തെങ്കിലും ഒരു കാര്യമുള്ളത് കൊണ്ടല്ല അദ്ദേഹം വിമർശിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാതി പറഞ്ഞ് അവസാനിപ്പിച്ച് കാറിൽ കയറി ശിവഗിരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ശരി, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വെള്ളാപ്പള്ളി നല്ല കലിപ്പിലായിരുന്നു എന്നതാണ്.